ബോയ്സിന്റെ ഈ ഓഫീസ് എന്നും നല്ല ഫ്രണ്ട്സ് എന്നും നല്ല രീതിയിൽ നടക്കട്ടെ. നമ്മളുടെ വളരെ അധികം ദിവസത്തെ ഒരു പ്രയത്നത്തിന് ഫലമായി നമ്മൾക്ക് എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കാനും സംസാരിക്കാനുമായി ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു റൂം നമുക്ക് കിട്ടിയപ്പോൾ അതിന്റെ തുടക്കത്തിൽ കുറച്ച് സങ്കീർണതകളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് ബേബിച്ചാട്ടന്റെ ഒരു വരവോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഇത്തരത്തിലുള്ള ഒരു രൂപത്തിന് എല്ലാവരും ചെറുപ്പറമ്പിന്റെ പ്രസിഡന്റ് ബേബിച്ചേട്ടൻ, കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും മെമ്പറുമായ കുമാർ, ഇവിടെ ഏറ്റവും പിന്തുണയിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ കച്ചേരിപ്പറമ്പ് ബ്രദേഴ്സ്, എന്തായാലും ഏറെ സന്തോഷമുണ്ട്. വോയിസ് ഓഫ് യൂത്തിന്റെ ഒരു ഘടകമായിട്ട് കാഞ്ഞൂര് കച്ചേരിപ്പറമ്പ് കാഞ്ഞൂർ എന്ന് വോയിസ് ഓഫ് കാഞ്ഞൂർ എന്ന് പറയുന്നതിന് പകരം ഫ്രണ്ട്സ് ഓഫ് കച്ചേരിപ്പറമ്പ് എന്ന പഴയ ആ ഒരു നൊസ്റ്റാൾജിയിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കച്ചേരിപ്പറമ്പ് എന്നൊരു പേര് കാഞ്ഞൂരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കറിയാം, നമുക്ക് വളരെ സന്തോഷം. ഇന്ന് നമ്മുടെ ആ സുധീഷ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞപ്പോൾ തുറമുഖയിലെ MP സേതുമാധവൻ അതിനെക്കുറിച്ചൊരു നല്ല ഒരു അഭിപ്രായം എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇട്ടിട്ടുണ്ട്. കച്ചേരിപ്പറമ്പിന്റെ പ്രാധാന്യം നമ്മുടെ മാത്രം മെമ്പറായ കുമാർ, ബാക്കി എന്റെ ഒപ്പത്തിനൊപ്പം നിന്ന് നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇതൊരു പുതിയൊരു അനുഭവമാവണം. നമ്മൾ കച്ചേരിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു പേര് ഇതിന് വരാൻ കാരണം അത് കൃഷ്ണകുമാറിന് അറിയില്ല. കാരണം നിലവില് കച്ചേരിപ്പറമ്പ് ഒരു കൂട്ടായ്മ, ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പുണ്ട്. അത് ഞങ്ങൾ പണ്ട് പഠിച്ച കുറച്ച് പേര് ഒന്നിച്ച് പഠിച്ച് വളർന്ന ഒരു പേര്, ഒരു 15-17 പേര് കൂടി പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം. ഞാൻ അവിടെ ഇട്ടിരുന്നപ്പോൾ എനിക്കൊരു പേര് കണ്ടുപിടിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാനൊരു പേര് എന്റെ പഴയ ഓർമ്മ വെച്ച് ഇവിടെ കച്ചേരിപ്പറമ്പ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മ വെച്ച് നമ്മളെ കച്ചേരിപ്പറമ്പ് എന്നൊരു പേര് വെച്ചിട്ട് നമ്മുടെ മെയിൻ കൂട്ടുകാരൻ മാത്രം, വേറെ പുറത്തുനിന്ന് അതിനകത്ത് ആരെയും കയറ്റാതെ കൊണ്ട് അത് ഒതുക്കി കൊണ്ടുപോയിട്ടിരുന്ന ഒരു പേരായിരുന്നു കാഞ്ഞൂർ കച്ചേരിപ്പറമ്പ്. അതിപ്പോ ഇതിനകത്തിരിക്കുന്ന ഒട്ടുമിക്കവർക്ക് അറിയാം, ആ ഗ്രൂപ്പിലുള്ളവരാണ്. അതിനകത്ത് നമ്മളുടെ കാര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പ്രൈവറ്റായിട്ട് സംസാരിക്കാൻ പറ്റും, ആർക്കും വഴക്കില്ലാന്നുണ്ട്. ആ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ നിലനിന്ന് പോയി. ആ പേര് ആ